ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങൾ ഈ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? ഈ പറഞ്ഞതുപോലെ ചൈനയും റഷ്യയും യൂറോപ്യൻ യൂണിയനും എല്ലാം തന്നെ ഹോർമുസുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സമാധാന ശ്രമമോ അല്ലെങ്കിൽ ചർച്ചകളോ മറ്റോ നടക്കേണ്ടതില്ലേ? യഥാർത്ഥത്തിൽ സമാധാന ശ്രമങ്ങൾ നടക്കുന്നത് ഇസ്ലാമാബാദിലാണ് അതിന്റെ ഒരു ചർച്ച നടന്നത്. അതുകൊണ്ടായിരിക്കുമല്ലോ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചർച്ച തുടരുമെന്ന് പറയുന്നു. പക്ഷേ അത് എവിടെ എന്നുള്ളത് അറിയില്ല. കാരണം 21 മണിക്കൂർ ചർച്ച നടത്തി അത് ചർച്ച പൊളിഞ്ഞതിന് ശേഷമാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അതുപോലെ തന്നെ ഇറാന്റെ പ്രതിനിധി സംഘവും തിരിച്ചെത്തിയത്. ഇനി ചർച്ചയ്ക്കുള്ള വഴിയുണ്ടെന്ന് പറയുന്നെങ്കിലും ഒരു കാര്യമായി നീക്കം എവിടുന്നും വന്നിട്ടില്ല. ഐക്യരാഷ്ട്രസഭ കടലാസ് സംഘടന പോലെ നിൽക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കയ്ക്ക് വീറ്റോ പവറുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇതൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്നുള്ള തരത്തിൽ പ്രഖ്യാപനം നടത്തുകയാണ്. ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ഭാഗത്ത് അമേരിക്കൻ പ്രസിഡന്റ് നിൽക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ കൂടി നിൽക്കുന്നു. ഈ അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും വീണ്ടും യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പശ്ചിമേഷ്യ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെടിനിർത്തൽ ഈ ദിവസങ്ങളിൽ അവസാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നത് സംബന്ധിച്ചുള്ള വലിയ ആശങ്ക പടരുന്നത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ ആശങ്കയുണ്ട്. ഇറാനെ കയറി അമേരിക്ക ആക്രമിച്ചാൽ സ്വാഭാവികമായും ഗൾഫ് രാജ്യങ്ങളിലേക്ക് പഴയ പോലെ തന്നെ ഇറാന്റെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേലും ഇറാനും ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്. അതിനിടയിലാണ് ഒരുപക്ഷെ ഈ ലെബനോനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകം കൊല്ലപ്പെട്ടവർ 2020 ഇന്നും കുറെ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം നടക്കുന്നു. ഒപ്പം തന്നെ ഇറാൻ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കണക്ക് 3375 ഇറാനികൾ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണത്തിൽ കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു എന്ന അറിയിപ്പ് കൂടി ഈ മണിക്കൂറിൽ വരുന്നു. എന്തായാലും എണ്ണയുമായി ഇറാനിൽ നിന്നുള്ള 2 എണ്ണ കപ്പലുകൾ പുറത്തു കടന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇനി ഇറാന്റെ കപ്പലുകൾ, ഇറാന്റെ മിക്കവാറും എല്ലാ തുറമുഖങ്ങളും നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. അത് മറികടക്കണമെങ്കിൽ ഇറാന് അമേരിക്കക്കെതിരെ ഫലത്തിൽ ഏറ്റുമുട്ടൽ നടത്തണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ ഏറ്റുമുട്ടലിന്റെ വക്കിൽ തന്നെയാണ്. എത്ര ഇറാൻ അതിലേക്ക് പോകും എന്നറിയില്ല. എന്തായാലും കാര്യങ്ങൾ വളരെ ഇതായിട്ടുള്ളതാണ് എന്ന് മാത്രമല്ല ഇസ്ലാമിക ലോകത്തിന് പിന്തുണയായിട്ട് മാർപ്പാപ്പ വന്നതിനെ അനുകൂലിക്കുകയാണ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ. മാർപ്പാപ്പയ്ക്ക് അനുകൂലമായിട്ട് പ്രസ്താവനകളൊക്കെ വന്നിരിക്കുന്നു. ജെയിംസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.